നമുക്കറിയാം നമ്മളിപ്പോൾ കോടാലി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് പാമ്പ് കടിയേറ്റിട്ട് അതിൽ ഒരു കുട്ടി മരണപ്പെട്ടു, ഒരു കുട്ടി ചികിത്സയിലാണ്. അപ്പോൾ വളരെ കോമൺ ആണ് ഇങ്ങനെ ഒരു സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ സ്നേക്ക് ബൈറ്റിനെ കുറിച്ചുള്ള അതിൽ അവയർനെസ്സും അത് എങ്ങനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിനായി ഡോക്ടർ അനിഷ മാം ഉണ്ട്. ഇയർ ഫിസിഷ്യനാണ്, SUT പട്ടം ഹോസ്പിറ്റൽ. വെൽക്കം മാം. മാം, നമ്മളിപ്പോൾ ഒരു കോമൺ ആണ് ഈ ഒരു സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു സ്നേക്ക് ബൈറ്റ് പെട്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നത്, ആദ്യം ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ പാമ്പ് കടിച്ച് ഉള്ള മരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പാമ്പ് കടിക്കുന്നത് ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ പറ്റി നോക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഫസ്റ്റ് എയ്ഡിനേക്കാളും ഉപരി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഇദ്ദേഹത്തിന് ഈ പാമ്പ് കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അധികം കുറച്ച് കാമാക്കുക, സ്ട്രെസ്സ് കൂട്ടാണ്ടിരിക്കുക. എന്നിട്ട് ഈ എവിടെയാണോ പാമ്പ് കടി ഏറ്റ ഭാഗം അവിടെ ഇമ്മൊബിലൈസ് ചെയ്യുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് തടി കഷ്ണം അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്. എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാം, നമുക്ക് എത്ര തരം പാമ്പുകളാണ് നമുക്ക് ഉള്ളത്, അത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? നമുക്ക് ചുറ്റും ഇപ്പോൾ വിഷമുള്ള പാമ്പുകൾ, വിഷമില്ലാത്ത പാമ്പുകൾ, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ കൂടുതലും വിഷമില്ലാത്ത പാമ്പുകളായിരിക്കും നമുക്ക് ചുറ്റും. എന്നാലും വിഷമുള്ള പാമ്പുകൾ കടിച്ച് ഉണ്ടാവുന്ന മരണങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അണലി, ശംഖുവരയൻ, മൂർഖൻ, അങ്ങനെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ചുറ്റും കാണുന്ന വിഷമുള്ള പാമ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെയാണ് മാം വരുന്നത്? പാമ്പ് കടി ഏൽക്കാതിരിക്കാനുള്ള പ്രിവെൻഷനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിക്കവാറും നമ്മൾ ഷൂസൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഷൂസ് ഇടുക. പിന്നെ നൈറ്റൊക്കെ ആണെങ്കിൽ ടോർച്ച് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ടോർച്ചൊക്കെ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകാം. പിന്നെ നമ്മുടെ പരിസരം എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതൊക്കെയാണ്. പരിസരം നമ്മുടെ റൂംസൊക്കെ ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഓക്കെ മാം, ഇപ്പം ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസിലോട്ട് പോവുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ പറ്റും. അപ്പം അത് എങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ഡെത്ത്, ഒരു പാമ്പ് കടി ഏറ്റുണ്ടാവുന്ന ഒരു സഡൻ ഡെത്ത് പൊതുവെ കുറവാണ്, അത് റെയർ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും മിക്കപ്പോഴും ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ശംഖുവരയൻ പോലുള്ള പാമ്പാണ് കടിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സിംറ്റംസ് മൈൽഡ് ആയിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും, മേ ബി അവേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ആൾക്ക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും, അത് പെട്ടെന്ന് വേഴ്സൺ ആവുകയും ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിഷപ്പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കുക. പെട്ടെന്ന് ആ കടിച്ച ഭാഗത്തൊരു പെയിൻ ഉണ്ടാവുക, ആ ഏരിയയിൽ നല്ല സ്വെല്ലിങ് ഉണ്ടാവുക. പിന്നെ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ആൾക്കൊരു ഐലിഡൊക്കെ, കണ്ണിൻ്റെ ഐലിഡൊക്കെ ഡ്രൂപ്പിംഗ് ഉണ്ടാവുക, ശ്വാസം മുട്ടൽ ഉണ്ടാവുക, വീക്ക്നെസ്, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അപകടപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകും. ഈ അഡൽറ്റ് പോലെ തന്നെയാണോ നമ്മൾ ഈ കുഞ്ഞുങ്ങളിലും വരുന്ന കാര്യങ്ങൾ? രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മൾ രണ്ടുപേർക്കും, കുട്ടികളാണെങ്കിലും അഡൽട്ട് ആണെങ്കിലും, നമ്മൾ എത്രയും പെട്ടെന്ന് പാമ്പ് കടി ഏറ്റവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ടൈം ഒട്ടും വേസ്റ്റ് ആക്കാതെ, അതായത് മാക്സിമം വിത്തിൻ 1 hour നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാരുടെ ഒരു തോട്ട് ഉണ്ട്, വീട്ടിൽ തന്നെ ഒന്ന് ചികിത്സിക്കാം, അല്ലെങ്കിൽ ഒരു ഡേ വെയിറ്റ് ചെയ്യും. ഇപ്പം നടന്ന സംഭവത്തിന് നമ്മൾ എടുത്താൽ അറിയാം, ഫുഡ് പോയിസൺ എന്ന രീതിയിലാണ് വീട്ടുകാരിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അങ്ങനെ ഒരു തോട്ടിലേക്ക് പോകുന്നവരും ഉണ്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ജനറേഷനിലും. അതിനെക്കുറിച്ച് എന്താ മാമിൻ്റെ ഒരു അഭിപ്രായം? പണ്ട് മുതലേ നമ്മൾ മിക്കപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടി ഏറ്റ ഭാഗത്ത് നമ്മളൊരു കട്ട് ചെയ്യുക, അവിടുത്തെ ബ്ലഡ് സക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിന് മേലെ ടൈറ്റായിട്ട് തുണിയോ മറ്റോ വെച്ചിട്ട് കെട്ടിവെക്കുക. ഇതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മൾക്ക് അതൊന്നും ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നമ്മൾക്ക് ടൈറ്റായിട്ട് അവിടെ കെട്ടിവെക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം കുറയുകയും അത് കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അഗ്രസീവായിട്ട് ചെയ്യാണ്ട് ആളെ ഒന്ന് കാമാക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ആളെ ഒന്ന് കാമാക്കാം. എന്നിട്ട് ആ ലിംബ് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കാം. നമ്മൾ ഫ്രാക്ചറോ മറ്റോ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന സെയിം കാര്യം, ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു വിത്തിൻ 1 hour നമ്മൾ മിനിമം ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം.
അല്ലാണ്ട് ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്ന ഒരു ഹോം റെമഡീസും ഈ സ്നേക്ക് ബൈറ്റിന് ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അപ്പോൾ അതിനുശേഷം എന്താണ് മാം ഈ ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ അതോ എങ്ങനെയാണ്? ഇനിഷ്യലി നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് സ്നേക്ക് ബൈറ്റ് എന്നുള്ള രീതിയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അൺനോൺ ബൈറ്റ് എന്നായിക്കോട്ടെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ സിംറ്റംസ് അസസ് ചെയ്യും, പിന്നെ വൈറ്റൽസും ഒക്കെ മോണിറ്റർ ചെയ്യലുണ്ടാവും. അതിനുശേഷം അവർക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ നോക്കും. ഈ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കിയതിന് ശേഷമാണ് ഇവർക്ക് ആൻറ്റിവിനം കൊടുക്കാവോ, ഈ പേഷ്യൻ്റ് ആൻറ്റിവിനം എടുക്കാൻ ആവശ്യമുള്ള ഒരു പേഷ്യൻ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആൻറ്റിവിനം സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സിംറ്റംസ് അനുസരിച്ചും വൈറ്റൽസും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ മാം, ഒരു ഡൗട്ട് കൂടി. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അൺനോൺ ബൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കത് എങ്ങനെ തിരിച്ചറിയാം? മീൻസ് പറ്റുന്നത് അത് ചിലവർക്ക് ഡൗട്ടായിരിക്കും. ഇപ്പോൾ അൺനോൺ ബൈറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രാണികൾ കടിക്കാം, ഇതുപോലെ സ്നേക്ക് ബൈറ്റ് ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത്? ഒന്നാമത്തെ കാര്യം, അതിന് വേണ്ടിയിട്ടും ഒരു ടൈം വേസ്റ്റ് ആക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഇപ്പോൾ ഒരു അൺനോൺ ബൈറ്റ്, ഇത് എന്ത് ബൈറ്റ് ആണ്, അതിന് വെയിറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ചില സമയങ്ങളിൽ നമ്മൾ ഫാങ് മാർക്ക് എന്നാ പറയുക. നമ്മൾ സ്നേക്ക് ബൈറ്റിന് ബൈറ്റ് ആയിട്ടുള്ളത് ഫാങ് മാർക്ക് എന്നാ പറയുക. അത് നമുക്ക് ചില സമയങ്ങളിൽ കാണണമെന്നില്ല. അത് വരണവരെയോ അല്ല ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂഷ്വലി ഫാങ് മാർക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ഒരു 2 ബൈറ്റ് മാർക്ക്, 2 ഡോട്ട് പോലെ കാണും എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ എപ്പോഴും അത് നോക്കിയിട്ട് ഇത് സ്നേക്ക് ബൈറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഫാങ് മാർക്ക് ഇല്ലാത്ത കാരണം സ്നേക്ക് ബൈറ്റ് അല്ലാന്നോ നമുക്ക് പറയാൻ കഴിയില്ല. സോ അതൊന്നും നോക്കിയിട്ട് നമ്മൾ വീട്ടിൽ നമ്മൾ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് ആ പേഷ്യന്റെ ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അല്ലെ? പേഷ്യന്റ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ഒരു സ്നേക്ക് ബൈറ്റ് ആയിട്ട് പോയിസണസ് ഓർ നോൺ പോയിസണസ് അതെന്താണെങ്കിലും നമ്മൾ ഒബ്സർവേഷൻ അഡ്വൈസ് ചെയ്യും. എപ്പോഴാണ് നമ്മൾക്ക് ഈ പേഷ്യന്റിന്റെ സിംറ്റംസ് അപ്പിയർ ചെയ്യാന്ന് നമുക്ക് പറയില്ല. മിക്ക പേഷ്യന്റിനും ആദ്യം തന്നെ സിംറ്റം ഒന്നില്ല. ചിലർക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരെ സിംറ്റംസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാന്നുള്ളതാണ്. മാം, പിന്നെ ഈ പാമ്പ് തന്നെ നമുക്ക് പല രീതിയിലുണ്ടല്ലോ, വലുത് ചെറുത് അങ്ങനെയുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെയാണ്? വലിയ പാമ്പിന് വിഷം കൂടുതലാണ്, ചെറിയ പാമ്പിന് അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസിയേഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ല. ചെറിയ പാമ്പാണെങ്കിലും വലിയ പാമ്പാണെങ്കിലും ഒരുപോലെ തന്നെ നമ്മൾ കെയർ കൊടുക്കേണ്ട കാര്യമാണ്. ചെറുത് കടിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട അങ്ങനത്തെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് പാമ്പാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മിത്താണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പാമ്പിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം അങ്ങനെയുണ്ടോ? എങ്ങനെയാ? അത് മിക്ക ആൾക്കാരിലും നമ്മളെ എമർജൻസിയിൽ നമ്മൾ കാണുന്നതാണ്. പാമ്പ് കടിച്ചിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പാമ്പിനെയും കൊണ്ടുവരും. അതിനെ അടിച്ച് കൊന്നിട്ടോ മറ്റോ അവർ കൊണ്ടുവരും. പക്ഷേ ഒരിക്കലും അതൊന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ പാമ്പ് കടി ഏറ്റതിന് ശേഷം ആ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ വീണ്ടും മൾട്ടിപ്പിൾ ബൈറ്റ്സ് ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. അത്രയും ടൈമും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. പാമ്പിനെ പിടിക്കാൻ നിന്നിട്ട് ടൈം വേസ്റ്റ് ആക്കേണ്ട. പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഉള്ള കടിയും നമുക്ക് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് അതിൻ്റെ ഫോട്ടോ കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് ഉണ്ടാവും എന്നല്ലാണ്ട് അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടും ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യവും ഉണ്ടാവില്ല. ഏത് സീസണിലാണ് നമുക്ക് ഒരുപാട് ഈ പാമ്പുകൾ വരുന്നത് എന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ കേരളത്തിൽ ഒത്തിരി കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് മൺസൂണും പോസ്റ്റ് മൺസൂൺ ആ ഒരു സമയത്താണ് മിക്കവാറും പാമ്പ് കടിയും കൂടുതൽ ഇത് പുറത്ത് കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ മാഡം, ആൻറ്റിവീനം നമ്മൾ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അലർജി വരാവുന്ന ചാൻസസ് ഉണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ അലർജിക്കായിരിക്കും പേഷ്യൻ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ആൻറ്റിവീനം കൊടുക്കുമ്പോൾ അലർജിക്കുള്ള സാധ്യത ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അലർജിക്കുള്ള സാധ്യതയുണ്ട് ചില പേഷ്യൻസിന് മാത്രം. അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നതിന് മുന്നേ ഈ അലർജി ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെഡിക്കേഷൻസ് അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും ഈ ആൻറ്റിവീനം കൊടുക്കുന്നതിന് മുന്നേ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാമ്പ് കടിയേറ്റ് ഒരു മരണം ഉണ്ടാവുന്നതിലും ബെറ്ററാണ് നമ്മൾ ആ ഇഞ്ചക്ഷൻ ആൻറ്റിവീനം കൊടുക്കുക എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. അത് അഫോർഡബിലിറ്റി അങ്ങനെ പ്രശ്നമൊന്നും ആൻറ്റിവീനത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ സ്നേക്ക് ബൈറ്റിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഡോക്ടർ അനീഷ മാം പറഞ്ഞു തന്നത്. അത് എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം, ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതുകൂടി നമുക്ക് മാഡം പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു.